guys, welcome back to the channel. എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. കാരണം എൻ്റെ കുറച്ച് കാലം മുന്നേ കണ്ടിട്ടുള്ള ഞാനല്ല ഇപ്പോഴുള്ള ഞാൻ. ശരിക്കുള്ള ഞാൻ എവിടെയോ പോയി. കുറച്ച് കമൻസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഷോർട്സ് ഇടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഷോർട്സിൻ്റെ വീഡിയോയിൽ കുറച്ചിങ്ങനെ കമൻസ് കാണുന്നുണ്ട്. ആളെ കണ്ടിട്ട് എന്നെ മനസ്സിലാവുന്നില്ല, മൊത്തത്തിൽ മാറിപ്പോയി, വേറെ ആളായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ചെയ്യുക, ഒന്ന് പ്രഗ്നൻ്റ് ആയി പോയതിൻ്റെ ആട്ടാ. ഞാൻ കുറച്ചായിട്ട് ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല. കുറച്ചധികമായിട്ട് അങ്ങനത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, ഞാൻ കറൻ്റ്ലി ഇന്നത്തേക്ക് 39 വീക്സ് ആൻഡ് 5 days പ്രഗ്നൻ്റ് ആട്ടാ. സോ നാളെ ഇൻഷാല്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. അതാണ് ഏറ്റവും പുതിയ വിശേഷം. എല്ലാവരും ദുആ ചെയ്യണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിലിപ്പോൾ ഫുൾ ആളുകളാണ്. ഫുൾ ആളുകൾ മീൻസ് ബാക്കിൽ 2 ആളുകൾ ഇരിപ്പുണ്ട്. എന്നെ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, മറന്ന്. ഹലോ ദുബായ്. എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറെ പേർക്കെങ്കിലും അല്ലെ കുറച്ച് പേർക്കെങ്കിലും മറന്നു പോയിട്ടുണ്ടാവും. എനിക്കും ഉണ്ടായ ഒരു ചാനല് ഷിപ്പൊന്നും ഇടാറില്ല എന്നുള്ളത്. സച്ചുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോകളൊന്നും സച്ചുവിനെ കണ്ടിട്ടില്ല കേട്ടാ. കല്യാണം കഴിഞ്ഞ ആള്, കല്യാണ ചെക്കൻ. അന്ന് എല്ലാരും മുടീനെ കുറ്റം പറഞ്ഞു. ഇപ്പൊ കണ്ടാ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി. അതെ, ഇതിപ്പോ ചെറിയ ചെക്കനായി. അന്ന് കണ്ട ചെക്കനല്ലല്ലോ ഇത്. അന്ന് മറ്റേ കൊറേ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, ന്യൂഡിൽ തലേ. അതെ, വില്ലൻ ലുക്ക്. ചെക്കൻ വില്ലൻ ലുക്ക്. ഈ പാവത്തിന്റെ മുഖത്ത് നോക്കിട്ട്. അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ എന്തായി പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുക്ക്. ഞങ്ങള് നാളെ 2 ആളും കൂടെ പ്രസവിക്കാൻ പോവാട്ടാ. അപ്പൊ എന്റെ കൂടെ ലേബർ റൂമിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടാവും ഇല്ലേ? അപ്പൊ ആദ്യത്തേന് എനിക്ക് അഫീനെ കിട്ടിയില്ല. അഫി ഉണ്ടായിരുന്നു, പക്ഷെ അഫി ലേബർ റൂമില് വന്നു പോയി ഇങ്ങനെ ഓടി നടക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അഫീനെ കൈയോടെ പിടിക്കും കേട്ടാ. അഫിനെ ഞാൻ വിട്ടൂല്ല. അതിന് തൊട്ട് അവസാനം വരെ അഫി കൂടെ നിന്ന് എല്ലാതും കണ്ട് അല്ലേ. അതിന്റെ ഇടയിൽ കൊണ്ടുപോകാതെ എനിക്കറിയില്ല, തലകറങ്ങി വീണിട്ട് വല്ലതും. പക്ഷെ എന്നാലും അഫിനെ ഞാൻ വിളിച്ച് കേറ്റു. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് നാളായിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട്, ഉമ്മച്ചി വന്നില്ലേ ഉമ്മച്ചി വന്നില്ലേ എന്ന്. എവിടെ ഒളിച്ചിരുന്നാ പോയി? ഉമ്മച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി മാത്രല്ല, ഉമ്മച്ചിയുടെ കൂടെതാ പപ്പായുണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോ ഫുൾ ആളായി. ഞാനും സച്ചുണ്ട്, റസലുണ്ട്, ഇവണ്ട്, അഫിണ്ട്. എന്താ ഇപ്പൊ എല്ലാരും കൂടെ നമുക്ക് എന്തായാലും കുടുംബസമേതം ഞങ്ങൾ പ്രസവിക്കാൻ പോവാണ്. ഉമ്മച്ചീനെ കുറെ പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ഉമ്മച്ചിയുടെ ചെടികൾ മിസ് ചെയ്യുന്നു, ഉമ്മച്ചിയുടെ പഴയ വീടും അതൊക്കെ മിസ് ചെയ്യണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ സത്യം പറഞ്ഞ നാട്ടിലങ്ങനെ പോയി നിന്നിട്ട് കുറച്ചായി. സച്ചുവിന്റെ കല്യാണത്തിനൊക്കെ പോയി ജസ്റ്റ് പോയിട്ട് ഓടി വന്നേട്ടാ. ഇടയ്ക്ക് ആരെങ്കിലൊക്കെ കാണും, എന്നെ കാണുമ്പോ ഓടി വരും. എനിക്ക് ഇടയ്ക്ക് ആൾക്കാരൊക്കെ ഉമ്മച്ചിന്നും പറഞ്ഞു. എന്നിട്ട് ഉമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ എന്താ പറയാ, ഗർഭത്തെ പറ്റിയും പ്രസവത്തെ പറ്റിയും? അൽഹംദുലില്ലാ, എല്ലാം പഠിച്ചവൻ ഹയറാക്കി തരട്ടെ. സച്ചുവിന് എന്താണ് പറയാനുള്ളത്? മലയാളം ചളി. പണ്ടത്തെ ഒരു മാറ്റം ഇല്ലാട്ടാ. പണ്ടത്തെ സച്ചു ഭയങ്കര ഓവറാന്നൊക്കെ പറഞ്ഞ് കമന്റ് വരെ. എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ കമന്റ്. അത് കഴിഞ്ഞിട്ട് മാറി. അത് കഴിഞ്ഞ് മടുത്തിട്ടും എല്ലാരും എന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ കമന്റ് വരുന്നത്. സച്ചു വന്ന പാടുന്ന എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അവള് എന്റെ ഡ്രസ് ഇട്ടേക്കണേ. അത് കണ്ട് കാര്യം ഞാൻ ആദ്യമായിട്ട് അവളുടെ ഡ്രസ് ഇട്ടതാ. അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ പറഞ്ഞ ദിവസം അവൾ എന്റെ ഡ്രസ് ഇട്ടേക്കണേ. ഇത് പിന്നെ ഞാൻ അവിടെ വെച്ച് നോക്കി വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ അനിയത്തിമാരൊക്കെ അങ്ങനെയല്ലേ. ഞാൻ സ്വന്തമായിട്ട് ഡ്രസ് വാങ്ങാൻ പൈസ ഒന്നും മുടക്കാറൊന്നുമില്ല. സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലാട്ടാ. പപ്പാക്ക് വല്ലതും പറയാനുണ്ടോ? ഞാനെന്ത് പറയാനാ? ഇവാക്ക് എന്താ പറയാനുള്ളേ? ഇവ പാവ ഇവിടെ കൊറേ നേരമായിട്ടിരുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാട്ടാ. മറ്റേ നാറാണത്ത് ഭ്രാന്തന്റെ കഥ പറഞ്ഞു കോർത്ത് എത്തിക്കഴിഞ്ഞപ്പോ അത് പൊട്ടിപ്പോയി. ഞാൻ ബേബിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ബേബി വരുന്നതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കഴിഞ്ഞ വളരെ സന്തോഷവതിയാണ്. ബേബിനെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വന്ന് വലിഞ്ഞു കയറി പറഞ്ഞാട്ടാ.
ഞാൻ ബേബിനെ കാണാനാണ് ഇത്രയും ദൂരം വന്നത് അതന്നെ, അല്ലേ അതന്നെ. നമ്മൾ അതിനല്ലേ വന്നത് ദേവിന്റെ ഹസ്ബൻഡ് ഞാൻ മര്യാദക്ക് മാറിക്കരുന്നു. എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഈ ഒരു അവസരത്തിൽ പെട്ടെന്ന് പോയി അഡ്മിറ്റ് ആവാ, പെട്ടെന്ന് കഴിക്കുക, അടുത്ത പരിപാടിക്ക് പാടില്ല. ബേബി വന്നിട്ട് കളിക്കണം, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കണം, ഓ പിന്നെ വേറെന്തൊക്കെ ചെയ്യണം ബേബി വന്നിട്ട്? കളിപ്പിക്കണം. പിന്നെ ഇവ എടുത്തോണ്ട് നടന്നോളൂ അല്ലേ? ഇവ നോക്കിക്കോളോ ബേബീനെ? ബേബിയെ വളർത്തുന്ന വലുതാകുമ്പോ ഞാനും ബേബിയും കൂടെ ടൂർ പോകും. വലുതാവുമ്പോ അതുവരെ എന്ത് ചെയ്യും അപ്പൊ? നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് നല്ല സ്വഭാവം. അതുവരെ എന്ത് ചെയ്യും ബേബീനെ? തല്ലുകൂടോ ബേബി ആയിട്ട്? വലുതാകുമ്പോഴോ? ഇപ്പൊ ഇപ്പോ തലൂടെ ആയിട്ടില്ല. 4 വയസ്സ് 5 വയസ്സൊക്കെ ആകുമ്പോ ഇവിടെ സൗണ്ട് ഒക്കെ പോയി കിടക്കാട്ടെ. ഇവ ഇന്നലെ ബീച്ചിൽ പോയി കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ സൗണ്ട് എവിടെയോ പോയല്ലേ ഇവ? ആക്ച്വലി ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവളുടെ കൂടെ കുറെ കറങ്ങാൻ പോകണം. ഇവളാണെ കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് ഇവള് പറയുന്നുണ്ട് കേട്ടോ, ഇവള് ഇങ്ങോട്ട് വരാൻ നിക്കാണ്, ഞാൻ അടുത്ത മാസം വരും, അടുത്ത മാസം വരും എന്ന് കുറച്ചായിട്ട് പറ്റിക്കണ്. അവള് വന്ന സമയം എന്താ, ഇപ്പോഴെങ്കിലും വന്നല്ലോ അല്ലേ? ഇതായിപ്പോയി ഇവള് വന്ന സമയം. പക്ഷെ ഞങ്ങൾ മാക്സിമം ഈ ഒരു അവസ്ഥയിലും ഞങ്ങൾക്ക് എല്ലായിടത്തും വരുന്നുണ്ട്, എല്ലായിടത്തും നടക്കുന്നുണ്ട്, എല്ലായിടം പോകണുണ്ട് കേട്ടോ. ഞങ്ങൾ ഉമ്മച്ചിയും പപ്പായും കൂടി ദുബായ് മാളിൽ പോയി, പിന്നെ സച്ചുവായിട്ട് ദുബായ് മാളിൽ പോയില്ല, അജുമാൻ ഡേ ടു ഡേ പോയി, പിന്നെ അവിടെയൊക്കെ പോയി ബീച്ചിൽ പോയി, മദീന ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിനടുത്തുള്ള മാളിലൊക്കെ കറങ്ങി നടന്നത്. ഇന്നിപ്പോ നമ്മള് കുറച്ച് എവിടേക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചതാ ഇറങ്ങാൻ നിൽക്കാണ്. ഇന്നിനി ബാക്കി ഞാൻ വീഡിയോ എടുക്കുമെന്നൊന്നും അറിയില്ല. എൻ്റെ പ്രധാന ഉദ്ദേശം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കണം എന്നായിരുന്നു. കാരണം മോശമല്ലേ, നമ്മളെ പണ്ടോട്ടേ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോട് പറയാണ്ടേ പോകാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. സോ ഞങ്ങൾ എന്തായാലും പോയിട്ടൊക്കെ വരാട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, എല്ലാതും എളുപ്പമാവാൻ വേണ്ടിയിട്ടും നല്ലൊരു ബേബിയെ കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ സച്ചുവിന് എന്തിനാ വെറുതെ സച്ചുവിന് വേണ്ടിയിട്ടും ഒക്കെ ദുആ ചെയ്തോ, ഇവാക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്തോ കേട്ടോ. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാ പുതിയ നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ ബൈ.